ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മൾ കോളേജൻ പിന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ ഡ്രിങ്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അത് കോളേജൻ സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി പേര് ഒത്തിരി പ്രാവശ്യം ചോദിച്ചതാണ് അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കേട്ടോ, എല്ലാവർക്കും ഒന്ന് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഏതൊക്കെ ഡ്രിങ്കാണ് നമുക്ക് കുടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും ചിയ സീഡ്സ് കഴിക്കുന്നവരുണ്ട്, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, അതുപോലെ ഉലുവ വെള്ളം, അതുപോലെ സിനമൺ ഇട്ട് തിളപ്പിച്ച വെള്ളം, അങ്ങനെ പലതും കുടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കുടിക്കുന്നതെല്ലാം കോളജൻ ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് ഡ്രിങ്കാണ് കേട്ടോ. അത് മെയിനായിട്ട് കോമൺ ആയിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഫൈറ്റോ ഈസ്ട്രജനാണ്. ഈ ഫൈറ്റോ ഈസ്ട്രജൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രായം കഴിയുമ്പോൾ ഈസ്ട്രജൻ്റെ ഉൽപ്പാദനം കുറയുമല്ലോ. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഫൈറ്റോ ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് ഫ്ലാവനോയിഡ്സ് ഉണ്ട്, അതുപോലെ പോളിഫിനോൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമിനെയും അതുപോലെ തന്നെ ലിവർ മെറ്റബോളിസത്തിനൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നതിനും, അപ്പോൾ അതും കോളജൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട്. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യണത് യു വി റേസിൽ നിന്നുള്ള നമ്മുടെ സ്കിന്നിനേക്കുന്ന ഡാമേജ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പോൾ അത് തടുക്കുന്നതിനും ഈ വൈറ്റമിൻസ് നല്ലതാണ്. പിന്നെ ചിയ സീഡ്സ് നമ്മൾ പിന്നെ കോമൺ ആയിട്ട് പ്രോട്ടീനുണ്ട്, ആമിനോ ആസിഡ്സൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിയ സീഡ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന സിങ്ക്, കോപ്പർ, അതുപോലെ തന്നെ ആമിനോ ആസിഡ്സ്, പ്രോട്ടീൻ, ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ചിയ സീഡ്സ്. പക്ഷേ ചിയ സീഡ്സ് കോളജൻ ബൂസ്റ്ററല്ല. ഓക്കെ, ചിയ സീഡ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിയ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഈ കോളജൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അല്ലാണ്ട് ചിയ സീഡ്സ് കഴിച്ച കോളജൻ ബൂസ്റ്റ് ചെയ്യുന്ന ആരും വിചാരിക്കേണ്ട. പക്ഷേ ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മിനറൽസും വൈറ്റമിൻസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അതാണ് ചിയ സീഡ്സ് ഇട്ട വെള്ളം കുടിക്കണേ ഏറ്റവും നല്ല ഗുണം കേട്ടോ. പിന്നെ ചിയ സീഡ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ എന്താ പറയണേ, കോളജൻ പിന്നെ നശിപ്പിക്കാനുള്ള എൻസൈം നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ കോളജേനേസ് എന്നാണ് ആ എൻസൈമിനെ പറയുന്നത്. ഈ എൻസൈമിനെ തടഞ്ഞു നിർത്തുന്നതിന്, അതിനില്ലാതാക്കുന്നതിനും ഈ ചിയ സീഡ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം കിട്ടും. അപ്പോൾ ചിയ സീഡ്സ് കുടിക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായല്ലോ. അപ്പോൾ ചിയ സീഡ്സ് നമുക്കൊരു 15 മിനിറ്റ് നേരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാം. പിന്നെ നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് കഴിക്കാം. പിന്നെ ഇതിലുപരി നമുക്ക് ഉണ്ടല്ലോ, ലെമൺ ജ്യൂസിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം കോളജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ചിയ സീഡ്സ് നിങ്ങൾ വൈറ്റമിൻ സി കൂടുതൽ കിട്ടുന്നതിനായിട്ട് ഈ പിന്നെ ലെമൺ ജ്യൂസിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചിയ സീഡ്സിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത ഡ്രിങ്ക് എന്താണെന്നോ, ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീനെ കുറിച്ച് ഒത്തിരി പ്രാവശ്യം ഒത്തിരി വീഡിയോസ് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളതൊക്കെ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണണേ. അപ്പോൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന കാറ്റക്കിൻ, അതാണ് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് അതിനകത്ത് ഇല്ലാത്ത ഒന്നാണ് കാറ്റക്കിൻ കേട്ടോ. ഇത് നമ്മുടെ കോളജൻ ബിൽഡറാണ് കേട്ടോ, അല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യണതല്ല. കോളജൻ ഉൽപ്പാദിപ്പിക്കും ഈ കാറ്റക്കിനും മറ്റുള്ള പിന്നെ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഗ്രീൻ ടീ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കോളജൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും ബിൽഡ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഗ്രീൻ ടീ എല്ലാ ദിവസവും നമുക്ക് കുടിക്കാം. രാവിലെ കുടിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ ഡ്രിങ്കും രാവിലെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ചിയ സീഡ്സും അതും രാവിലെ കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ എല്ലാവർക്കും മനസ്സിലായല്ലോ ഗ്രീൻ ടീയുടെ ഗുണം. പിന്നെ അടുത്തത് സിനമണാണ്.
കേട്ടോ, കറുവാപ്പട്ട. ഈ കറുവാപ്പട്ടയുടെ ഗുണം ഇതേപോലെ തന്നെ കോളേജൻ ബൂസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ കറുവാപ്പട്ട ഇട്ട വെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്റ്റിക്കിട്ട് നമ്മൾ തിളപ്പിച്ച് എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജനെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ. അതുകൂടാതെ ഇതിൻ്റെ ഗുണം പിന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ ഈ ബ്ലഡ് ഷുഗറൊക്കെ മൂലം കോളജൻ ഒത്തിരി നമുക്ക് നഷ്ടമാവും. അപ്പോൾ ആ നഷ്ടം കോളജൻ്റെ ഡാമേജ് നികത്തുന്നതിനും ഈ സിനമൺ വാട്ടർ നല്ലതാണ്. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ സിനമൺ വാട്ടർ നല്ലതാണ് കേട്ടോ. അപ്പോൾ സിനമൺ നമ്മൾ വാങ്ങുമ്പോൾ പലയിടത്തും ഈ സിനമണാണ് നല്ലതെന്ന് ഞാൻ മുന്നുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. അങ്ങനെ നമുക്ക് ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ നല്ലതാണേ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ കോളജനെ ബൂസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ചാൽ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമും അതുപോലെ തന്നെ ലിവർ മെറ്റബോളിസം ഒക്കെ സുഗമമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഈ കോളജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഒരു ഡ്രിങ്കാണ് നമ്മുടെ സ്വന്തം ഉലുവ വെള്ളം അല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ ഉലുവ വെള്ളം രാവിലെ തിളപ്പിച്ചിടും, നമ്മളൊക്കെ കുടിക്കും അല്ലേ, അല്ലെങ്കിൽ ജീരകം തിളപ്പിച്ചിടും. അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റേതായ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് അവരന്നൊക്കെ ചെയ്തിരുന്നത്, ഇന്നും അത് ഗുണമാണല്ലോ നമുക്ക്. അവർക്കൊക്കെ ഇത് വെറുതെ ഇതൊന്നും അറിയാണ്ട് ചെയ്തതാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ ശരീരത്തിനും അതുപോലെ കോളജൻ നമ്മുടെ ശരീരത്തിന് നഷ്ടമാകാതിരിക്കുന്നതിനും, ഉൽപ്പാദിപ്പിക്കാനല്ല, ഉള്ള കോളജൻ നഷ്ടമാകാതിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബ്ലഡിലെ ഷുഗർ കൂടി നമ്മുടെ കോളജൻ ഡാമേജ് വരാതിരിക്കുന്നതിനും എല്ലാം നല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ശരീരം കോളജനെ പിന്നെ നശിപ്പിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന കോളജനസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ തടുത്തു നിർത്തുന്നതിനും ഉലുവ വെള്ളത്തിന് കഴിയും. ഓക്കെ. അപ്പോൾ ഉലുവ വെള്ളം കോളജനെ നമ്മൾ പ്രൊട്ടക്ടറാണ് കേട്ടോ. ഉള്ളത് കളയാണ്ട് നോക്കുന്നതിനാണ് നമ്മൾ ഉലുവ വെള്ളം കുടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. ഈ 4 വെള്ളം നമുക്ക് മാറി മാറി കുടിക്കാം കേട്ടോ. ഉലുവ വെള്ളമൊക്കെ റെഗുലറായിട്ട് കുടിച്ചാൽ ചിലവർക്ക് അത് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച ഉലുവെള്ളം കുടിക്കാം, ഒരാഴ്ച സിനമൺ വാട്ടർ കുടിക്കാം, ഒരാഴ്ച ചിയ സീഡ്സും ഗ്രീൻ ടീ ഒക്കെ ഒന്നും കുടിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. അത് കുടിക്കുന്നവർ ഇത് കുടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. നല്ല എൻ്റെ അടുത്ത വീഡിയോ കാണുള്ളൂ കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.